പന്നിശല്യം ഒഴിവാക്കാൻ വെച്ച് ഇരുമ്പ് വേലിയിൽ നിന്നും ഷോക്കേറ്റ് 2 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട കുരമ്പാലയിലുണ്ടായ സംഭവത്തിൽ സ്ഥലമുടമ ചന്ദ്രശേഖരൻ, അയൽവാസി ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിശല്യം അതിരൂക്ഷമായ മേഖലകളിൽ ഒന്നാണിത്. പന്തളം കുരമ്പാലയിൽ നിന്നും പഴകുളത്തേക്കുള്ള വഴി ഒരു 200 മീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് തോട്ടുകര പാലം. അതിനോട് ചേർന്നുള്ള ഏലായിലാണ് അപകടമുണ്ടാകുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. സ്ഥല ഉടമ ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അയൽവാസിയുമായ ഗോപാലപിള്ള എന്നിവരാണ് മരണമടഞ്ഞത്. ഇവിടെ കൃഷിയിടത്തിൽ ജലസേചന ആവശ്യത്തിനായി വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയിരുന്നു. ഇവിടെ മോട്ടോർ പുരയും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും അനധികൃതമായി എടുത്ത വൈദ്യുതി കണക്ഷനാണ് അപകടത്തിന് ഇടയാക്കിയത്. നിങ്ങളൊക്കെ ഈ സംഭവം അറിയുന്നത് എപ്പോഴാണ്? ഞങ്ങളൊരു 7:45 പറഞ്ഞു. കാരണം ഇത് മരിച്ച് കിടക്കുന്നത് 2 പേര് കിടക്കുന്നത് ഈ സ്ഥലവുടമയുടെ ഭാര്യ കാപ്പി കുടിക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തപ്പം പുള്ളിക്കാരി ഇവിടെ അലമുറയിട്ടപ്പോഴാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. ഇത് നിരന്തരം ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ട്. അത് ക്രിയാത്മകമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ അപകടങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. തറയിൽ നിന്ന് അധിക ഉയരത്തിലല്ലാതെ ഒറ്റ ലൈൻ വേലിയാണ് സ്ഥാപിച്ചിരുന്നത്. അതിലേക്ക് ആണ് വൈദ്യുതി കണക്ഷൻ നൽകിയത്. ഗോപാലപിള്ളയെ കരണ്ട് അടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രശേഖരൻ സഹായത്തിനെത്തുകയും അദ്ദേഹത്തിനും വൈദ്യുതാഘാതം ഏൽക്കുകയുമാണ് ഉണ്ടായത്. വലിയ തോതിലുള്ള ശല്യം പന്നിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പം കൃഷി സംരക്ഷണത്തിൻ്റെ ഭാഗത്തുമായി അനധികൃതമാണെങ്കിലും എടുത്തുപയോഗിച്ചതാണ്. നമുക്കത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം വെച്ചാൽ അവരെ പറഞ്ഞ കുറ്റമല്ല. കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഈ ലെവലിൽ ഈ ഹൈറ്റ് നട്ടുന്ന ചീനിയാണ്. ഒറ്റൊന്നുമല്ല. ഇപ്പോൾ ഇന്നലെ 2 കമ്പ് പുതിയ നട്ടേക്കുക. കാരണം അതുപോണക്ക് നടുന്ന സാധനം അപ്പം തന്നെ നശിപ്പിച്ച് കളയുക. അപ്പോൾ അവരെ കൊണ്ട് ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അവരിപ്പോൾ താൽക്കാലിക പന്നി വന്ന് കയറാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വെച്ച് സംഭവിക്കും. പക്ഷെ അത് അവർ പക്ഷേ ഓർത്ത് കാണത്തില്ലായിരിക്കാം. ചന്ദ്രശേഖരൻ ഇവിടെ കപ്പ, അതോടൊപ്പം തന്നെ വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷിയാണുള്ളത്. ഇതിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് അനധികൃതമായിട്ട് ആണെങ്കിൽ പോലും കണക്ഷൻ എടുക്കുകയും അത് 2 പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. ഫോറൻസിക് സയൻസ് വിഭാഗവും തെളിവ് ശേഖരിക്കുന്നുണ്ട്. കൂടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അടൂർ ജനറൽ ആശുപത്രിയിലാണ് മൃതശരീരങ്ങളുള്ളത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.